അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ വിഭവമാണ്. ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കയ്യിൽ മാമ്പഴമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല പഴുത്ത മാമ്പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുക ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇവിടെ നമ്മുടെ സാധാരണ നാട്ടിലെ മാമ്പഴത്തിനൊക്കെ നല്ല പുളിയായിരിക്കും, അതുപോലെ പഴുത്തിട്ടുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാമ്പഴമായിരുന്നു ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു, അത്യാവശ്യം തന്നെ വലുപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു മാമ്പഴം എടുത്തിട്ടാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയുന്നുണ്ട്. ഈ ഒരു മാമ്പഴം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വലിയ മാമ്പഴം ആയതുകൊണ്ട് തന്നെ ഞാനിതുപോലെ ഇത് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് കണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മാമ്പഴം ഓരോന്നായിട്ട് മുഴുവനായിട്ടിട്ടാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ ഞാൻ ഈ ഒരു മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒത്തിരിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ ശർക്കര, മാമ്പഴത്തിന് നല്ല മധുരമാണെങ്കിൽ ശർക്കര കുറച്ച് മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് നമ്മളെ മാമ്പഴം ആദ്യം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ മാമ്പഴത്തിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളം കൂടി ചേരുന്ന സമയത്ത് ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ആദ്യം നമ്മൾ മാമ്പഴം ഒന്ന് വേവിക്കുന്നത്. അപ്പോൾ മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ അരക്കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇത് അരച്ചെടുക്കുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല. ഇപ്പം നമ്മളെ മാമ്പഴം വെള്ളത്തിൽ കടന്ന് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, കണ്ടോ, വെള്ളമായിട്ട് മാമ്പഴം ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് ഞാൻ ശർക്കര ഉരുകാൻ വെച്ചായിരുന്നു. അപ്പോൾ ആ ശർക്കര പാനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനീയത്തിൽ കടന്നിട്ട് ഈ മാമ്പഴം ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ആ മാമ്പഴത്തിലോട്ട് ഈ ശർക്കര പാനീയം കൂടി പിടിക്കുമ്പോൾ ടേസ്റ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പം ചിലർ ഇതിനകത്ത് തേങ്ങയ്ക്കകത്ത് ഇഞ്ചിയും ചെറിയുള്ളിയും അതുപോലെ തന്നെ ജീരകം എല്ലാം എടുത്തിട്ടിടണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങയും തൈരും മുളകും മഞ്ഞളും മാത്രം ഇട്ട് അരച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. ഇനി ഈ തേങ്ങയിൽ കിടന്നിട്ട് നമ്മുടെ മാമ്പഴം എന്ത് ചെയ്യണം, ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ തിളക്കോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ മാമ്പഴം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വറവ് ചേർക്കണം. അപ്പോൾ കണ്ടാൽ അവൻ ഒത്തിരി ലൂസും ആക്കിയിട്ടില്ല, അതുപോലെ തന്നെ ഒത്തിരി കുറുകി എടുത്തിട്ടില്ല, ഒരു മീഡിയം രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഇതൊന്നുകൂടി ടേസ്റ്റ്. ഇനി ഞാനിതിലേക്ക് വറവിടുന്നത് നെയ്യിലാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഞാൻ അത്യാവശ്യം കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അങ്ങനെ കടുകും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വറ്റൽ മുളകാണ്. ഒരു 4-5 വറ്റൽ മുളക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ വറവ് റെഡിയായി. നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിത്തിന് മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, വളരെ സിമ്പിളാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടും നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, ശർക്കരനെ വേണമെന്നില്ല. പക്ഷെ ഞാൻ ശർക്കര ഇട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. വിതറിയിട്ട് കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്